വെൽക്കം ബാക്ക് ഗൈസ്. ഇന്നത്തെ നമ്മുടെ യാത്ര നേരെ കുന്നോളത്തേക്കാണ്. നമ്മുടെ ഷോപ്പിങ്ങിന്റെ കുറച്ചുകൂടി സാധനങ്ങൾ വാങ്ങാണ്ട്, ഒരു ലൈറ്റ് വാങ്ങാണ്ട്, പ്ലാസ്റ്റർ ഓഫ് പാരീസ് വാങ്ങാണ്ട്, പിന്നെ LED സ്ട്രിപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൂടി വാങ്ങാണ്ട്. ലാസ്റ്റത്തെ ഒരു ഇതായി അങ്ങനെയാണ്. പുൽക്കൂടിന്റെ ഇനി എന്തെങ്കിലും വാങ്ങണ്ട നമുക്ക്. ഇനി മറ്റേ ചാർട്ട്, പിന്നെ ഇന്നലെ നമ്മള് പോയില്ലേ തൃശ്ശൂര്, അപ്പൊ അതിന്റെ നറുക്കെടുപ്പിന് വേണ്ടിയിട്ടുള്ള ചാർട്ട്, പിന്നെ മരുന്നിന്റെ കവറ്, അപ്പൊ അതെല്ലാം വാങ്ങാൻ വേണ്ടി ഇപ്പത്തേ കുന്നോളത്തേക്കും. ഞാൻ ഒരു കാര്യം പറയട്ടെ ഗൈസ്, ഇത് ഷൂട്ട് ചെയ്യണതൊക്കെ ഓർമ്മിക്കാണ്. ഞാൻ ഇന്നലെ ഇരുന്ന് വീഡിയോ നോക്കുമ്പോഴാണ് ഞാൻ ഓർത്തത് നമ്മളിതൊക്കെ വാങ്ങാൻ വേണ്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ എന്ന്. ഇന്ന് രാവിലെ ഓർക്കണ ഈ സാധനങ്ങളൊക്കെ വേണ്ടേ, വീഡിയോ കണ്ടപ്പോഴാണ് ഓർക്കണം ഇത് വേണ്ടതൊക്കെ. ഞാൻ കുന്നുകുളത്ത് പോയി അങ്ങനെ മേടിച്ചോണ്ടിരുന്നല്ല, അതും കൂടിയിട്ട് വെറുതെ അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. പിന്നെ നമുക്ക് ഇതൊക്കെ കഴിഞ്ഞ് പണിയെടുക്കാൻ പോകണം. ഇന്നത്തോട് കൂടി ഒരു മുക്കാ ഭാഗങ്ങളും തീർക്കണം എന്നാണ് നമ്മുടെ പ്ലാൻ. എത്രയാവും അറിയില്ല. മറ്റേ കരിക്കലത്തെ സംഭവം പോലെ 3 ദിവസം കഴിഞ്ഞ പാല് കാച്ചലെന്ന് പറഞ്ഞ പോലെയാണ്. 3 ദിവസം കൂടി കഴിഞ്ഞ ക്രിസ്മസ് ആയി. മിക്കതും നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോ ക്രിസ്മസിന്റെ എന്നല്ലെങ്കിൽ 2 ദിവസം മുമ്പേക്കായിരിക്കും കാണുക. 2 ദിവസം മുന്നേ പറഞ്ഞ നാളെ അപ്പൊ മറ്റന്നായിരിക്കും കാണും. ഒരു ദിവസം മുമ്പുള്ളപ്പോഴായിരിക്കും വീഡിയോ മിക്കതും വരിക. അപ്പൊ നിങ്ങൾ ആലോചിച്ചാൽ മതി, ആ ദിവസം മിക്കതും ഇപ്പോ ആ സമയത്ത് മിക്കതും പുൽക്കോട്ട് പണി തീർന്നുണ്ടാവും വിചാരിക്കാം. അവസാന സമയത്ത് കോഴി തലയിൽ നടക്കണ പോലെ ഓർഡർ വരും. ഒരു LED സ്ട്രിപ്പ് കിട്ടി. ഇത് 5 മീറ്റർ 300 രൂപ. 300 എത്ര എണ്ണം വാങ്ങണമെന്നാണ് അല്ലെങ്കിൽ അതിന്റെ അഡാപ്റ്റർ. ഇതൊരു 3-4 ഒക്കെ വാങ്ങാലോ. എന്നിട്ട് വേണമെങ്കിൽ ഒന്നുകൂടി വരേണ്ടി വരും. കുറെ നേരത്തിന് ശേഷം നമ്മൾ ഇത്ര സാധനങ്ങൾ എടുത്തു. ഇത്ര നല്ല ഇത് മാറ്റണം. പക്ഷെ ഇതിനെയാണ് നമ്മൾ കുറെ നേരമായിട്ട് കൺഫ്യൂഷൻ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പൊ ഒരു 150 മീറ്റർ തന്നെയല്ലേ. അതൊരു 6 എടുത്തോ. അപ്പൊ ഇതാണ് നമുക്ക് ഹാപ്പി ക്രിസ്മസിൽ സ്ട്രിപ്പ് ഒട്ടിക്കാനുള്ളത്. കഴിഞ്ഞു ഇന്നത്തെ ഏകദേശം കത്തിക്കല് കഴിഞ്ഞു. ഇന്ന് മെയിനായിട്ട് കടകൾ കുറച്ച് കിട്ടിയില്ല. അൽഫ്രഡ് പക്ഷെ ഭയങ്കര മാർക്കറ്റാക്കി. എന്നാലും വെരി ബാഡ് മാർക്കറ്റാക്കി. അപ്പോൾ നമ്മള് സമ്മാനങ്ങൾ വാങ്ങി, പിന്നെ ലൈറ്റിനുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇനി കുറച്ച് സാധനങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്, ചാർട്ട് പേപ്പർ, അതൊക്കെ നോക്കാണ്ട്. സോ ഗൈസ് അതൊക്കെ നോക്കിയിട്ട് വരാം. ഗൈസ് നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിലെത്തി. ഒരു സാധനം മാത്രം കിട്ടിയില്ല മക്കള്. എല്ലാവർക്കും തെണ്ടി നടന്നത് കുന്നോളം മൊത്തം. പക്ഷെ അത് നടവായോണ്ടാണ്, നമ്മുടെ ഒരു മിസ്സാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതാ, കുഴപ്പമില്ല സെറ്റാക്കാം. അവരുടെ സെറ്റാവുണ്ട്. അപ്പോഴാ നിന്റെ അവിടുന്ന് കുറച്ച് വേറെ വെറൈറ്റി സാധനം, കുറച്ച് ഇടയില് പൊടിയുള്ള പൊടി സെറ്റപ്പാ. ബ്ലിപ്പില്ല, അതായിരിക്കും ഉണ്ടാവാൻ അറിയില്ല. സോ പിന്നെ സമയം 3 മണി. ഉച്ചയ്ക്ക് ഫുഡൊന്നും കഴിച്ചില്ല. ഇനി ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങാം ഗൈസ്. നമ്മൾ നേരത്തെ ഉച്ച കഴിഞ്ഞ് വീട്ടിലെത്തിയതിനു ശേഷം കൃത്യമല്ല വൈകിട്ട് ഒരു എത്ര മണി, 7 മണി കഴിഞ്ഞില്ലേ? 7 മണി ആയപ്പോൾ 7:30 കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങി. പ്ലാസ്റ്റർ ഓഫ് പാരീസിന്റെ പകരം ഇപ്പോൾ തൽക്കാലം മറ്റൊരു പൊടിയാണ് നമ്മൾ പരീക്ഷിക്കാൻ പോകുന്നത്. ഏതാണ് അൽഫ്രഡ്? അത് ഇന്റലിജൻസ് പ്രകാരം അങ്ങനെയാണ് അലസ്റ്റർ പറഞ്ഞത് കേട്ടോ. അപ്പൊ ഗൈസ് ഇനി അതും ആയി നേരെ പള്ളിയിൽ പോകുന്നു. അവിടുത്തെ കാര്യങ്ങൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന്. സോ ഗൈസ് ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദ സോ ഗൈസ് ഇതാണ് അൽഫ്രഡ് ഉണ്ടാക്കിയ റൂം അടിക്കാൻ റൂമിന്റെ ജിപ്സം അടിച്ചേക്കുക. ജിപ്സ് അല്ല, മറ്റേ സാധനം പേസ്റ്റ് പോലത്തെ സാധനം അടിച്ചേക്കുക. അത് ഇത് വെച്ചിട്ടുണ്ടായിരിക്കണം. അതിന്റെ ബാക്കിയാണ്. കൈ എടുക്കണം ഗൈസ്. അപ്പൊ ഇനി ഇത് പള്ളി കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കണം വർക്കിംഗ് ആണോന്ന്. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് അല്ലെങ്കിൽ വേറെ പണികളുണ്ട്, അല്ലെങ്കിൽ നമുക്ക് നാളെ പോയിട്ട് അടുത്ത് സെറ്റ് ആക്കാം. നമസ്കാരം. ഇന്നലത്തെ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇല്ല ഇന്നലത്തെ വന്നിട്ടില്ല. കുറച്ച് ഗിഫ്റ്റ് വാങ്ങി. ഇതൊക്കെ സമ്മാനങ്ങള് കുറച്ച് കൂട്ടാലോ. അത് മറ്റേതാ, അത് വേണ്ട. ഇതിന്റെ ഉള്ളിലാണ് പീക്ക് സാധനം. പ്ലേയിങ് കാർഡ്സ് ഒക്കെ യൂണൊക്കെ മേടിച്ചിട്ടുണ്ടാ. എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അവൻ നാച്ചുറൽസിക്ക് പോവാത്ര മുടി അങ്ങോട്ട്. ഞാൻ
ഇല്ല അതൊക്കെ ടോപ്പ് സാധനങ്ങളല്ല, ടോപ്പ് സാധനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് ഇപ്രാവശ്യം ഞാൻ പറയട്ടെ ഞങ്ങള് കാരണം പഞ്ഞ എങ്ങനെ എന്ത് എന്ത് കാറ്റത്ത് പറക്കണതാ നമ്മളെ ഒരു സ്വർഗം ടച്ച് ഉണ്ടാക്കിട്ടാ, സ്വർഗം ടച്ച് മോനെ ഡ്രൈ ഐസ് ഒക്കെ ഇങ്ങനെ നാളെ കുന്നോളെ ഹോൾസെയിലേക്ക് വിടാം ബെഡിന്റെ ബെഡൊന്നും നമ്മള് പോയൊരു കടയുണ്ട് ബെഡിന്, അതന്നെ അവിടെ പോയാൽ മതി. അപ്പൊ ഗൈസ് ഇത്ര നാളും പറഞ്ഞ പ്ലാനൊക്കെ മാറി. അതെനിക്ക് എപ്പോഴേ അറിയായിരുന്നു, നമ്മൾ പറയുമ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആ സമയത്ത് എങ്ങനെയാ വരാന്ന് അറിയില്ല. ഗൈസ് നമ്മൾ അവിടെയായിരുന്നു ആദ്യം ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നേ, ആ സ്ഥലം മാറ്റി ഡയറക്റ്റ് ഇതേ ഇവിടെ ആക്കി. ഇവിടെ ആകുമ്പോ പക്കാ സ്ഥലമാണ്, കറക്റ്റ് ബാക്ക്ഗ്രൗണ്ട്, മുകളിൽ പന്നി, ഇവിടെ മല, ഇവിടെ ആ സെറ്റാണ് ഗൈസ്. അടിയിൽ പുല്ല്, ഈ ഫ്രെയിമില് പുൽക്കൂട്, ഫുൾ ലൈറ്റിങ്, ഫുൾ സെറ്റ് ആയിരിക്കും ഗൈസ്. ലെറ്റ്സ് സീ. പരിപാടി വരുന്നത് 21-ാം തീയതി ആണ്. ഒന്നും ആയിട്ടില്ല, അവിടെ ഫുൾ പ്ലെയിൻ. പക്ഷെ സാധനം പൊങ്ങ 23 ആയിരിക്കും. പക്ഷെ നിങ്ങളുടെ ഈ വീഡിയോ വരുന്നത് ഒരു ടൈം ആയിരിക്കും. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ആഫ്റ്റർ 2 hours നമ്മുടെ പുൽക്കൂടിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ സെറ്റ് ചെയ്തു. ഇത്ര നേരം ഉണ്ടായിരുന്ന പോലെ അല്ല, ഇറ്റ്സ് ഗോണ ബി റോക്ക് ഗൈസ്. ഒന്ന് കണ്ടു നോക്കൂ. ചെറിയ സ്കെയിലൊന്നുമല്ല, വലിയ സ്കെയിലാണ്, ലാർജ് സ്കെയിലിൽ നമ്മൾ പരിപാടി സെറ്റ് ആയി. അതിലൊന്നും കാണില്ല, ലാർജ് സ്കെയിലിലെ പരിപാടി സെറ്റ് ചെയ്യാൻ പോണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇതൊന്ന് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി കുറച്ച് കാര്യങ്ങൾ, ഹാപ്പി ക്രിസ്മസിൻ്റെ LED സ്ട്രിപ്പ് മേടിച്ചിട്ടുണ്ട്, അപ്പോൾ അത് ഒട്ടിക്കണത് നോക്കണം. പിന്നെ പെട്ടി ഒന്ന് കെട്ടണം, അത് ഒട്ടിക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടി തീർക്കാണ്ട്. പിന്നെ നമുക്കൊന്നൊരു സ്ഥലം വരെ പോവാണ്ട്. ഞാൻ ഏതാ കാറ് ഡോറടക്കി. അപ്പോൾ ഈ പരിപാടി ഇന്നത്തെ കുറച്ചായിട്ടുണ്ട്. പിന്നെ അവിടെ സാധനങ്ങൾ സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ടൊന്ന് മുടി ഒന്ന് സെറ്റാക്കാൻ പോകണം. ഇന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട്, മുടിയും താടി ഒന്ന് സെറ്റാക്കാൻ പോകണം. അത് കഴിഞ്ഞിട്ട് നേരം ഇങ്ങോട്ട് വരാം. അതൊക്കെയാണ് ഇന്നത്തെ പരിപാടി ഗൈസ്. സോ ലെറ്റ്സ് അപ്പം അങ്ങോട്ട് പോയിട്ട് വരാം ഗൈസ്. നമ്മൾ നാച്ചുറൽസ് ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം അവിടെ തിരക്കുള്ളതുകൊണ്ടാണ്. സമയം എത്രയിടാം? 10 മണി. നിങ്ങളൊക്കെ പോകാറുണ്ടോ 10 മണിക്ക് മുടി വെട്ടാനൊക്കെ? എൻ്റെ പുതിയ എക്സ്പീരിയൻസ് ആണ്. 10 മണിക്ക് കഴിയുമ്പോൾ ഒരു 11 മണിയാവും. പള്ളിയിലാണെങ്കിൽ അവർ വെയിറ്റ് പെട്ടെന്ന് പോകണമെന്ന് വിചാരിച്ച്, പക്ഷേ ഇന്ന് ഒരാളുള്ളൂ ഇവിടെ വർക്കറായിട്ട്. അപ്പോൾ സമയം എടുക്കില്ലെന്ന് പറഞ്ഞു. അപ്പൊ കഴിയാറായിട്ടുണ്ട്. പിന്നെ ഇപ്പൊ സംശയത്തില്ല ഏത് കട്ട് വന്ന്, വോൾസ് കട്ട് വേണോ ലെയർ കട്ട് വേണോ? പിന്നെ അവരോട് ചോദിച്ചോട്ടെ ഏതാണ് അറ്റാവണെ നോക്കിയിട്ട് സെറ്റ് ആക്കാന്ന് വിചാരിക്കുന്നു. അച്ചു എങ്ങനെയുണ്ടെന്ന് എടുത്തിട്ട് വരാം. എന്റെ പൊന്നെ എത്ര ആഗ്രഹം. സെറ്റായിട്ടല്ലേ? പക്ഷെ അധികം നാളെ നിൽക്കില്ല. ഇപ്പൊ ചോദിച്ചു പറഞ്ഞൊക്കെ എങ്ങനെയാ പറഞ്ഞു ഞാൻ ചോദിച്ചു. പക്ഷെ കരാട്ടി ചെയ്ത ഞാൻ ചോദിച്ചു ഓവർ ഇതാവാൻ ചോദിച്ചു. ഓവർ ഇതാവാൻ എടാ ഇത് എവിടെയാ നടന്നു? കരാട്ടയും ചെയ്ത ഞാൻ ചോദിച്ചു, ഞാൻ കണ്ടിട്ടുണ്ടാവും കരാട്ടയും ചെയ്തു പറഞ്ഞേ. പക്ഷെ അത് അവരുടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഞാൻ ചോദിച്ചു. നല്ല ഓയില് പോലെ ഫീൽ ചെയ്യുന്ന ടെക്സ്ചർ ഉണ്ട്. സ്ട്രക്ചർ ഭയങ്കര ഗ്ലോസി ലുക്ക് എന്നൊക്കെ പറയില്ലേ, അതിന് അങ്ങനത്തെ ഒരു സ്ട്രക്ചർ. പക്ഷെ ഇവര് കാണിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനിയിപ്പോ അതിപ്പോ പകുതി കാണിച്ചു ആൾക്ക് കാണിച്ചു തന്നു. മറ്റേ കരാറ്റിന്റെ ചെയ്തതാ ചെറിയത് ഞാൻ അടിക്കണം എനിക്ക്. പക്ഷെ ടോക്സ് കോഡ് ഞാൻ ഇവിടെ എപ്പോ വന്നാലും ഈ ടോക്സ് കോഡ് ഉണ്ട്. ഗായ്സ് നോക്കൂ എങ്ങനെ ഉണ്ടെന്ന്. നമ്മളെ നമ്മളെ LED സ്ട്രിപ്പ് എത്ര വാങ്ങിയ? 5 എണ്ണം. 4 കൂടി വാങ്ങിയുള്ളൂ. എന്നിട്ട് ആ കൂടി എത്ര കുറച്ച് ലിറ്റർ ആയിട്ടുള്ളൂ. ഇനി കുറെ ചെയ്യണ്ട. ഇതിൽ തന്നെ 5 മീറ്റർ പോയില്ല, ഒരു സെറ്റ് ഇതിൽ തന്നെ പോയി. ഗായ്സ് കുറച്ചധികം പണികളായില്ല ഇവിടെ പുൽക്കൂടിന്റെ ഒരു
ഒരു എവിടെ ഒരു അത്യാവശ്യം പരിപാടികളൊന്നും നടന്നു. ഗൈസ് ഇറ്റ്സ് ടൈം. എത്ര 12:09 നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. വൺ ഡേ ഒറ്റ ദിവസം കൊണ്ട് സാധനങ്ങളെല്ലാം ഷടപടേന്നായിട്ടുണ്ട്. ഗൈസ് നോക്കൂ, ഇത്രയും വലിയ ലാർജ് സ്കെയിലാണ് സാധനം വരാൻ പോണേ. ഇനിയിപ്പോ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ഇത് കഴിയുമ്പോൾ കാണാം. ഇതിന്റെ ഉള്ളിൽ ഇനി നാളെ അത്യാവശ്യം പണികൾ ചെയ്യാനുണ്ട്. നമ്മൾ പറഞ്ഞ പോലെ മെയിൻ പണികളെല്ലാം നാളത്തോട് കൂടി തീരുന്നതായിരിക്കും. തീർക്കണമെന്നാണ് ആഗ്രഹം. നാളെ തീരൂലടാ. എന്തത് നാളേക്ക് തീരൂലേ? നാളെ തീരുന്നില്ലെങ്കിൽ നമ്മള് തീർക്കും. അത്രേ ഉള്ളൂ. എന്തായാലും 24-ാം 11:30 കുർബാനയ്ക്ക് മുമ്പ് തീർന്നിരിക്കും. നമ്മളെ 12 ക്രിസ്മസ് നമ്മൾ നാളത്തേക്ക് മാറ്റിക്കും. എന്താണ് 12:50 പറഞ്ഞ അച്ഛൻ പിടിച്ച് കാലുമായി അല്ലെങ്കിൽ ഒന്നുമില്ല. നമ്മള് സെറ്റ് പുൽക്കൂട് വേറെ ഇറക്കൂല. സെറ്റപ്പ് പുൽക്കൂട് 24-ാം തീയതി രാത്രി നമ്മള് തുള്ളാൻ പോകുന്നുണ്ടെങ്കിൽ പണി തീർത്തിട്ട് പോകും. 24-ാം തീയതി രാത്രി എന്താ നമ്മുടെ ചികിത്സയുടെ പരിപാടി. അത്രേ ഉള്ളു. ആ പരിപാടി മിക്കുന്നുണ്ടാവില്ലേ? ഞാൻ മറ്റേ ഗ്രൂപ്പിൽ നോക്കിയപ്പോ 24-ാം രാത്രി പിള്ളേരുടെ അല്ല ചേട്ടാന്മാരുടെ അവന്മാരെ അതിനെ പോവാണെങ്കിൽ ഇത് മൊത്തം തീർത്ത് വെച്ചിട്ട് മറ്റന്നാ പരിപാടി അല്ല നാളെ എന്താ പരിപാടി ഇല്ലേ? അത് ഇടിക്കാൻ പോണ അവിടേക്ക് തന്നെ കോളനി കയറണ്ട. ആരും ഉണ്ടാവില്ല. കുന്നോളത്ത് പോണ അവിടെ എന്താ? അവിടെ എന്തേലും ഉണ്ടാവും. എന്നാ നമുക്ക് തെറിച്ചാലോ ഗായ്സ്? സോ ഗായ്സ് ഞാൻ ഇത് ഒരാൾക്കും പ്രശ്നമില്ല. അതെവിടെയൊന്നും കുനിയണത്? എവിടെ വന്നേക്കണെന്ന് കാണിക്കും. അങ്ങനെ ആക്കി പിള്ളേരനെ ജോയിലൊക്കെ ഇവിടെ വരാൻ പേടി. ജോയിലിന്റെ അടുത്ത്. സോ ഗായ്സ് ഇന്നത്തെ പരിപാടി ഇതൊക്കെയാണ്. പുൽക്കൂട് ഇനി നാളെ ഫുൾ സെറ്റപ്പ് ആയിരിക്കും. സോ ഗായ്സ് ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ.